Good morning, everyone. So today we can discuss about Indian ethos for management and value-oriented holistic management. Actually, this Indian ethos means it is something which is theologically related, and it's a dry topic. We just need to have a brief outline of this particular topic. So I'm not going much detail into it. You just need to know what you mean by Indian ethos and how it is connected to the management or business side. Okay. സോ വാട്ട് യു മീൻ ബൈ ഇന്ത്യൻ എത്തോസ്? എന്താണ് ഇന്ത്യൻ എത്തോസ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ എത്തോസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മളെ ഒരു എന്താ പറയുന്നത്, ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. സോ എത്തോസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി മോറൽ ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ബിലോങ്സ് ടു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ സൊസൈറ്റി. സോ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു സൊസൈറ്റി, ഒരു റീജിയൻ, അവരുടെ ഒരു മോറൽ ആറ്റിറ്റ്യൂഡ്സ്, മോറൽ വാല്യൂസ്, അവരുടെ ഒരു സംസ്കാരം, ഇതെല്ലാമാണ് എത്തോസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊസൈറ്റി, നമുക്കറിയാം ഇപ്പോൾ കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാട്ടിൽ വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊരു ഗ്രൂപ്പാണ്. അവർക്ക് അവരുടേതായ മോറൽ ഐഡിയാസ് ഉണ്ടാകും, അവർക്ക് അവരുടേതായ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകും, അവരുടേതായ കസ്റ്റം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വാല്യൂസ്, ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്, കസ്റ്റം ആ ഒരു ഗ്രൂപ്പിൻ്റേത് മാത്രമായിട്ടുള്ള സ്വകാര്യ സ്വത്തായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ്, മോറൽ ഐഡിയാസ്, വാല്യൂസ്, ഇതിനെയൊക്കെയാണ് എത്തോസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എത്തോസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മൊത്തം ഇന്ത്യ എന്ന ഒരു വലിയ സൊസൈറ്റിയുടെ, ഇന്ത്യ എന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ, രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക മോറൽ ഐഡിയാസും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് ഇന്ത്യൻ എത്തോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ എത്തോസ് വിച്ച് ഈസ് ഓൾസോ ടേംഡ് ആസ് നാഷണൽ എത്തോസ്. അപ്പോൾ ആ എത്തോസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ജനറലി മീൻസ് ദ മോറൽ ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. മോറൽ ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. മോറൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ്. മോറൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെനെവർ വി ഹിയർ ദ വേർഡ് മോറൽ, ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു എത്തിക്സ്. ദാറ്റ് മീൻസ് വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതാണ് മോറൽ സൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യൻ എത്തോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു സിവിലൈസേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു മൊത്തത്തിലൊരു ഹിന്ദു വേ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ആ ഒരു ഹിന്ദു മതത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കസ്റ്റംസ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഇന്ത്യൻ ലൈഫ് ഹാസ് 4 ഫണ്ടമെൻ്റൽ ഗോൾസ് എന്നാണ് സൂചിപ്പിക്കുക. What are the 4 fundamental goals? Dharma, Artha, Kama and Moksha. These are the 4 kind of fundamental goals. അപ്പോൾ ഈ ധർമ്മ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ എത്തോസിനെ കുറിച്ചിട്ടാണ്. അതിനുശേഷം എങ്ങനെയാണ് ഇത് മാനേജ്മെൻറ്റുമായി കണക്റ്റഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ഫണ്ടമെൻ്റൽ ഗോൾസാണ് ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. ധർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നീഡ് ഓഫ് സോഷ്യൽ ഓർഡർ. നമുക്കറിയാം മാനേജ്മെൻറ്റിൽ ദർ ആർ സെവറൽ കൈൻഡ്സ് ഓഫ് നീഡ്സ്. ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, നീഡ് ഫോർ പവർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് നീഡ്സ് ഉണ്ട്. ഓൾവേസ് മാൻ ഈസ് ലിവിങ് ഫോർ ടു അച്ചീവ് ആൻഡ് അറ്റൈൻ ദ നീഡ്സ്. നമുക്ക് ആദ്യം ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ടാകും, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. അതൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഹയർ ലെവൽ നീഡിലേക്ക് പോകും. നമുക്കൊരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റീം നീഡ്സിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ. അതേപോലെ തന്നെ ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഹയർ ലെവലിലേക്ക് പോകുമെന്ന് പറയുന്നതാണ്. അപ്പോൾ ധർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീഡ് ഓഫ് സോഷ്യൽ ഓർഡർ. നമുക്ക് മൊത്തം ഒരു സൊസൈറ്റിയിൽ താമസിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, നമുക്ക് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു അക്സെപ്റ്റൻസ് കിട്ടേണ്ടത് എന്നൊക്കെയുള്ളതാണ് ധർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഒരു ലൈഫ് ഗോളാണ് ധർമ്മ. നമ്മൾ സൊസൈറ്റിയിൽ നന്നായിട്ട് ഇടപെടണം, ബാക്കിയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, നമ്മൾക്ക് സൊസൈറ്റിയിൽ ഒരു റെക്കഗ്നിഷൻ വേണം, ഒരു ഗ്രൂപ്പ് ലേണിംഗ് നമ്മൾ പഠിക്കണം. ഇതാണ് ധർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥ അടുത്ത നീഡാണ്, അടുത്ത ലെവലാണ്. നീഡ് ഓഫ് പവർ ആൻഡ് പ്രോപ്പർട്ടി. നമുക്ക് സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, നമ്മളെല്ലാവരുമായിട്ട് മിങ്കിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ഗോൾ എന്താണ്? അധികാരം വേണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വേണം, വെൽത്ത് വേണം. അതും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകും കാമ. അതെന്താണ്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി നീഡ്സ് ഓഫ് പ്ലഷർ ഓഫ് ദി ബോഡി. നമ്മളുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്ലഷറും മറ്റ് സുഖസൗകര്യങ്ങളും നമുക്ക് വേണം. അതാണ് കാമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ബേസിക് സൊസൈറ്റിയിൽ ഒരു പവർ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പവറും പ്രോപ്പർട്ടിയും വെൽത്തുമായി കഴിഞ്ഞാൽ പിന്നെ വി നീഡ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് അവർ ബോഡി പ്ലഷേഴ്സ്. അതിനു വേണ്ടിയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതെല്ലാം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ 3 ടൈപ്പ് ഗോൾസും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നു, മോക്ഷ. ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജാണത്.
ഒരു സെൽഫ് റിയലൈസേഷൻ സ്റ്റേജാണ്. ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞാൽ ധർമ്മ അർത്ഥ കാമ എല്ലാം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം മോക്ഷപ്രാപ്തി, സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നു. ദീസ് ആർ ദ 4 ഫണ്ടമെൻ്റൽ ഗോൾസ് ആസ് പെർ ദി ഇന്ത്യൻ എത്തോസ്. അപ്പോൾ ഈ ഒരു 4 ഫണ്ടമെൻ്റൽ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ലൈഫിനെ ഒരു 4 സ്റ്റേജസ് ആയിട്ട് തന്നെ ഇന്ത്യൻ എത്തോസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ബ്രഹ്മചര്യ, ഗൃഹസ്ഥാശ്രമ, വാനപ്രസ്ഥ ആൻഡ് സന്യാശ്രമ. 4 പ്രധാനപ്പെട്ട ഏരിയാസ്. അതിൽ ബ്രഹ്മചര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പണ്ട് കാലത്ത് കുട്ടികളൊക്കെ പഠിക്കുന്നത് ഗുരുകുല സമ്പ്രദായമായിരുന്നു. ദേ വെൻ ടു ദെയർ ടീച്ചേഴ്സ് ഹോം ആൻഡ് ദേ ലേൺ ഫ്രം ദെയർ. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് പഠിക്കുമ്പോൾ ദേ ആർ സിംഗിൾ, ദേ ആർ നോട്ട് മാരീഡ്. അപ്പോൾ അവർ ബ്രഹ്മചാരികളാണ്. എന്ന് വെച്ചിട്ട് അവർ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണ് അവിടെ പോയി ഗുരുകുലത്തിലൊക്കെ പോയി പഠിക്കുന്നത്. ഫ്രം ദെയർ ദേ ആർ ലേണിംഗ് ദ ബേസിക്സ് ഓഫ് ധർമ്മ. സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കുകയാണ്. സോ ടു ഫുൾഫിൽ ദീസ് ഹ്യൂമൻ ഗോൾസ്, ധർമ്മ അർത്ഥ കാമ ആൻഡ് മോക്ഷ, നമുക്ക് പ്രധാനമായിട്ടും 4 ഹ്യൂമൻ ലൈഫ് സ്റ്റേജസ് ആണ്. ബ്രഹ്മചര്യ, ഗൃഹസ്ഥാശ്രമ, വാനപ്രസ്ഥ ആൻഡ് സന്യാശ്രമ. അപ്പോൾ ഇതിൽ ഈ ബ്രഹ്മചര്യ, വെൻ വി ആർ സിംഗിൾ, ആ ഒരു സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ലേൺ ചെയ്യുന്നത് ധർമ്മയാണ്. ഗ്രൂപ്പ് ലിവിങ്, സോഷ്യലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ട ആവശ്യകത, അങ്ങനെയുള്ള നീഡ്സാണ് നമ്മളവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഗൃഹസ്ഥാശ്രമ, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അർത്ഥ ആൻഡ് കാമ, ഈ 2 നീഡ്സിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും ഗൃഹസ്ഥനാകുക അല്ലെങ്കിൽ വി നീഡ് എ ഫാമിലി, റൈറ്റ്? ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വി ആർ ലേണിംഗ് അബൌട്ട്, വി ആർ സാറ്റിസ്ഫൈയിങ് അവർ നീഡ് ഫോർ പവർ ആൻഡ് പ്രോപ്പർട്ടി. നമുക്കൊരു ഫാമിലി ആയി കഴിയുമ്പോഴാണ് നമുക്ക് വെൽത്ത് വേണമെന്നുള്ള തോന്നൽ കൂടുക, പ്രോപ്പർട്ടി ഉണ്ടാവുക, അതേപോലെ പവർ വേണമെന്ന് ചിന്തിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി വി വിൽ ഗോ ഫോർ സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ഓഫ് അവർ ബോഡി പ്ലഷേഴ്സ്, കാമ. ഈ സ്റ്റേജിലേക്ക് ഗൃഹസ്ഥാശ്രമ എന്ന് പറഞ്ഞ സ്റ്റേജിൽ നമ്മൾ പോകുന്നു. അതെല്ലാം നേടിക്കഴിയുമ്പോൾ മോക്ഷ സ്റ്റേജ്, സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ വാനപ്രസ്ഥ ആൻഡ് സന്യാശ്രമ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോകുന്നത്. എല്ലാം നേടിക്കഴിഞ്ഞ് അവസാനം നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സ്റ്റേജാണ് വാനപ്രസ്ഥം, അതിലൂടെ സന്യാശ്രമ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഗോൾസ് ലൈഫിൽ അച്ചീവ് ചെയ്യുന്നത്. ടു അച്ചീവ് ദീസ് ഗോൾസ്, ദി ഇന്ത്യൻ ഫിലോസഫി സ്റ്റേജ് 3 ഫണ്ടമെൻ്റൽ വേസ്: കർമ്മ, ഭക്തി ആൻഡ് ജ്ഞാന. അപ്പോൾ കർമ്മ, ആക്ഷനിലൂടെ നമ്മൾ ധർമ്മ അർത്ഥ കാമ ഇതെല്ലാം നേടുന്നു. ഭക്തിയിലൂടെയും നോളജ്, അതിലൂടെ നമ്മൾ മോക്ഷപ്രാപ്തിയിലെത്തുന്നു. അപ്പോൾ കർമ്മ ആക്ഷനിലൂടെ നമ്മൾ ധർമ്മ അർത്ഥ കാമ ഈ 3 നീഡുകളും നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അതേസമയം നമ്മൾ ഭക്തി അജ്ഞാന, അതിലൂടെ നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നു. ഇതാണ് ഒരു ഇന്ത്യൻ എത്തോസ് അല്ലെങ്കിൽ ഇന്ത്യൻ മോറൽ ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ എത്തോസിൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ തന്നെ നമുക്ക് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ് പറയുന്നത്? സ്പിരിറ്റ് ആൻഡ് മാറ്റർ ഉണ്ട് അവിടെ. സ്പിരിറ്റ്, നമ്മളുടെ മനസ്സ്, ആത്മാവ്, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് യൂണിവേഴ്സ്, നമ്മളുടെ ഭൂമി, നമ്മൾ താമസിക്കുന്ന ഒരു യൂണിവേഴ്സും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇന്ത്യൻ എത്തോസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കോപ്പറേഷൻ, നമുക്കറിയാം ധർമ്മ, സോഷ്യൽ നീഡ്സിലൊക്കെ നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ സോഷ്യലി ബന്ധപ്പെട്ട് കിടക്കുന്നു, സോഷ്യലി നമ്മൾ എങ്ങനെ അക്സെപ്റ്റഡ് ആകണം എന്നുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. സെൽഫ് മാനേജ്മെൻറ്റ്, ധർമ്മ അർത്ഥ കാമ മോക്ഷ, ഇതിലൂടെയെല്ലാം നമ്മൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അവസാനത്തെ മോക്ഷയിലൊക്കെ എത്തുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ധർമ്മ, ഹൗ വി ഷുഡ് ഡു തിങ്സ് ഇൻ അവർ ലൈഫ്, വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളത് പഠിക്കുന്നുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് സാക്രിഫൈസ്, ധർമ്മ എന്ന് പറഞ്ഞ സ്റ്റേജിൽ വി ഹാവ് ടു ലേൺ ദ സ്പിരിറ്റ് ഓഫ് ഹൗ വി ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ ഇൻ എ സൊസൈറ്റി, നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസുകൾ നടത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഒരു ഇന്ത്യൻ എത്തോസിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ മോറൽ ഐഡിയാസിൽ വരുന്നത്. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സംഗതിയാണെന്ന് നമുക്ക് പറയാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 4 ഗോൾസിലൂടെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ധർമ്മ അർത്ഥ കാമ ആൻഡ് മോക്ഷ ഇതിലൂടെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഇന്ത്യൻ എത്തോസ് നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്.
എങ്ങനെയാണ് അത് നമ്മളുടെ ഇന്ത്യൻ മാനേജ്മെൻറ്റിൽ ഈ ഇന്ത്യൻ എത്തോസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അത് മൊത്തം 6 സബ് ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾ, വൈ വർക്ക്, എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, വാട്ട് ഈസ് വർക്ക്, എന്താണ് വർക്ക്, ഹൗ ടു വർക്ക്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്പിരിറ്റ് ഓഫ് വർക്ക്, റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വർക്കാണല്ലേ. ചില പ്രിൻസിപ്പിൾസ് വേണം. ഒരു വർക്ക് എന്തിനാണ് ചെയ്യേണ്ടതെന്ന് അറിയണം, എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് അറിയണം, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയണം, വർക്ക് ചെയ്യാനൊരു സ്പിരിറ്റ് വേണം, പിന്നെ റിസോഴ്സസ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡൻസാണ് ഇന്ത്യൻ എത്തോസ് മാനേജ്മെൻറ്റ് സൈഡിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് നോക്കാം. 2 ബേസിക് പ്രിൻസിപ്പിൾസാണ് ഇന്ത്യൻ എത്തോസ് മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത്. തത്വമസി ആൻഡ് അഹം ബ്രഹ്മസ്മി. എന്താണ് തത്വമസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യു ആർ ദ സുപ്രീം ദാറ്റ് എവരിബഡി ക്യാൻ മേക്ക് ഹിംസെൽഫ് എ ജീനിയസ്. യു ആർ ദ സുപ്രീം, എവരിബഡി ക്യാൻ മേക്ക് ഹിംസെൽഫ് എ ജീനിയസ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് ഈ തത്വമസി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ കൊടുക്കുന്നത്. യു ആർ ദ സുപ്രീം, നിങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചത്. നമുക്ക് വളരെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് വർക്കേഴ്സിന്. യു ആർ ദ സുപ്രീം, എവരിബഡി ക്യാൻ മേക്ക് ഹിംസെൽഫ് എ ജീനിയസ്. നമുക്ക് സ്വയം ഒരു ജീനിയസ് ആയിട്ട് മാറാമെന്നുള്ളൊരു ഹൈലി സെൽഫ് മോട്ടിവേറ്റിംഗ് സംഗതിയാണ് തത്വമസി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിലൂടെ കൊടുക്കുന്നത്. അതേപോലെ അഹം ബ്രഹ്മസ്മി, ഐ ഹാവ് ഇമ്മെൻസ് പൊട്ടൻഷ്യൽ, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഐ ക്യാൻ മേക്ക് ഇമ്പോസിബിൾ പോസിബിൾ. ഈ 2 ബേസിക് പ്രിൻസിപ്പിൾസ് തന്നെ ഒരു എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിമറിക്കുന്നതാണ് ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ. ഐ ഹാവ് ഇമ്മെൻസ് പൊട്ടൻഷ്യൽ, ഐ ക്യാൻ മേക്ക് ഇമ്പോസിബിൾ പോസിബിൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയയിലൂടെ ഒരു ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ വൈ വർക്ക്, എന്തിനാണ് ഒരു ജോലി ചെയ്യുന്നത് എന്നൊരു എംപ്ലോയി അറിയുമ്പോഴാണ് അവന് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് എന്തൊക്കെയാണ് പറയുന്നത്? പ്രധാനമായിട്ടും പറയുന്നത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതയച്ച. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതയച്ച, ഇതാണ് ഇന്ത്യൻ എത്തോസി പറയുന്നത്. അതെന്താ സൂചിപ്പിക്കുന്നത്? ഫോർ മൈ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ദ വെൽഫെയർ ഓഫ് ദി വേൾഡ്. എന്തിനാണ് ഞാനൊരു ജോലി ചെയ്യുന്നത്? ഫോർ മൈ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദി വേൾഡ്. ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡല്ല അവിടെയുള്ളത്. എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഉന്നമനത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് പ്രിൻസിപ്പിൾ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നു ഇന്ത്യൻ എത്തോസ്. വാട്ട് ഈസ് വർക്ക്, എന്താണ് ജോലി എന്നും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യാജ്ഞയ ചരത് കർമ്മ, യാജ്ഞയ ചരത കർമ്മ. The right way to pronounce it is യാജ്ഞയ ചരത കർമ്മ. There may be some difference in the pronunciation because it's a Sanskrit word, right? Yagnaya Charatha Karma. Charatha Karma. Work is to be done with the spirit of Yagna. എന്താണ് യാഗ്ന? വർക്ക്. വാട്ട് ഈസ് വർക്ക്, എന്താണ് ജോലി? എന്ത് ജോലി ആയിക്കൊള്ളട്ടെ, ആ ജോലി ചെയ്യുന്നത്, ആ വർക്ക് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് യാഗ്ന, അതിലൂടെ വേണം, ടീം വർക്കിലൂടെ വേണം, ഗ്രൂപ്പ് വർക്കിലൂടെ വേണം. സെൽഫിഷ് മൈൻഡ് ഉണ്ടാവരുത്. പരസ്പരം ഭാവയന്ത, നർച്ചർ ഈച്ച് അതർ. നമുക്ക് എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ, ജോലി ചെയ്യുകയാണോ അത് പരസ്പര പൂരിതങ്ങളായിട്ട് ജോലി ചെയ്യുക, മറ്റുള്ള കൂടെയുള്ള എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുക, ടീം വർക്കിലൂടെ ജോലി ചെയ്യുക. ഇൻഡിവിജ്വൽ പ്ലേയിനേക്കാൾ ഉപരിയായിട്ട് ടീം വർക്ക്, ഗ്രൂപ്പ് ലേണിംഗ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ എന്നുള്ള ഒരു സംഗതിയിൽ നിന്നാണല്ലോ ടീം വരുന്നത്. അപ്പോൾ ടീം വർക്കിനെ വരെ അന്നത്തെ ഇന്ത്യൻ എത്തോസിൽ പണ്ട് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ പറഞ്ഞ 2 പ്രിൻസിപ്പിൾസും. ഹൗ ടു വർക്ക്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? സേവ ആൻഡ് ത്യാഗ്. സർവ് അതേഴ്സ് ആൻഡ് ഗീവ് യുവർ ബെസ്റ്റ് ഫോർ ഗുഡ് ഫോർ അതേഴ്സ്. വി നീഡ് ടു സർവ് അതേഴ്സ്. മറ്റുള്ളവർക്ക് സേവകരാവണം, അവരെ സെർവ് ചെയ്യണം. ത്യാഗ്, വി വാണ്ട് ടു സാക്രിഫൈസ് അവർ സെൽഫ്ലെസ് സർവീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, പക്ഷേ ഒരുത്തിനെയും നമ്മൾ അൺഎത്തിക്കലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാവരുത് എന്നുള്ള ബേസിക് പ്രിൻസിപ്പിളും പറയുന്നുണ്ട്. എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്? മറ്റൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാവരുത് എന്നും പറഞ്ഞു വെക്കുന്നു ഇന്ത്യൻ എത്തോസിൽ. അതേപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് വർക്ക്, യോഗ കർമാസു കൗശലം, ഡെക്സ്റ്റിരിറ്റി ആൻഡ് എക്സലൻസ് ഇൻ ആക്ഷൻ ഇൻ യോഗ. വി നീഡ് ടു ഡു യോഗ ആൻഡ് ദാറ്റ് മീൻസ് മെഡിറ്റേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബൈ ദാറ്റ് അവർ മൈൻഡ് ക്യാൻ ബി റിലാക്സ്ഡ്
ആൻഡ് വി ക്യാൻ ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ തിങ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് പൊട്ടൻഷ്യലോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ റിസോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂക്ഷ്മ ഓർ സ്ഥൂല. സൂക്ഷ്മ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന, മൊത്തത്തിലല്ലാതെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ ശ്രദ്ധിക്കുന്നു. സ്ഥൂല എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഗ്രോസ് ആയിട്ടുള്ളൊരിത്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. സൂക്ഷ്മ ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ദാൻ സ്ഥൂല. സൂക്ഷ്മ നിരീക്ഷണം എല്ലാത്തിലും വേണം. ഗ്രോസ് ആയിട്ട് മൊത്തത്തിലുള്ള ഒരു ഇതിനേക്കാൾ കൂടുതലായിട്ട് സൂക്ഷ്മ നിരീക്ഷണം വേണം എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ കർമ്മ. ദ ക്ഷേത്ര ഈസ് ധർമ്മ. ക്ഷേത്ര ഇംപ്ലൈസ് ദാറ്റ് വൺ ഷുഡ് ട്രീറ്റ് ദ വർക്ക് പ്ലേസ് ആസ് സാക്രഡ്. നമുക്കറിയാം, പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ നമ്മളുടെ ക്ലാസ് റൂം എന്നൊക്കെ പറയുന്നത് നമുക്ക് ക്ഷേത്രത്തിന് തുല്യമാണ്. നമ്മൾ വളരെ ഭക്തിയോടുകൂടി കാണേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് എങ്ങനെയാണ്? അതേപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മളുടെ ക്ലാസ് റൂം എല്ലാം നമ്മൾ ക്ഷേത്രം പോലെ വളരെ പാവനമായി കരുതേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാമാണ് റിസോഴ്സസിനെ കുറിച്ചും പറയുന്നത്. അപ്പോൾ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഡയറക്ഷൻസുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിന് ഇന്ത്യൻ എത്തോസ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ 6 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിലൂടെ. അപ്പോൾ ഇന്ത്യൻ എത്തോസ് എന്താണെന്നും ഇന്ത്യൻ എത്തോസിൻ്റെ മാനേജ്മെൻറ്റ് കൺസെപ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നതാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂ ഓറിയൻറ്റഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് മൊത്തത്തിലുള്ള ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ്. വാല്യൂവിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ദ മോസ്റ്റ് വാല്യുബിൾ ഹ്യൂമൻ പൊസിഷൻസ് ആർ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാല്യുബിൾ പൊസിഷൻസ് എന്തൊക്കെയാണ്? ഹെൽത്ത്, ഹാർമണി, മറ്റുള്ളവർ തമ്മിലുള്ളൊരു ബന്ധം, ഹാപ്പിനെസ്, സന്തോഷം, വിസ്ഡം, വി ഷുഡ് ബി വൈസ്, നോളജ് വേണം, ആൻഡ് എബോവ് ഓൾ ക്യാരക്ടർ റിഫ്ലക്റ്റിംഗ് എത്തിക്കൽ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വി ഷുഡ് ഹാവ് എ ഗുഡ് ക്യാരക്ടർ ആൻഡ് ദാറ്റ് ക്യാരക്ടർ ഷുഡ് റിഫ്ലക്റ്റ് ദ എത്തിക്കൽ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. നമുക്കെല്ലാത്തിനും ഉപരി നമുക്കിതെല്ലാം വേണം. അതിനുപരി നമുക്ക് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു നല്ല ക്യാരക്ടർ ഉണ്ടാവണം എന്നുള്ളതാണ്. ചിലപ്പോൾ പഠിക്കാൻ പുറകോട്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ പിന്നിലായിരിക്കും. പക്ഷെ നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് എത്തിക്കൽ ഹ്യൂമൻ വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റൈറ്റ് തിങ്സ്, അതേപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കണം. വെൻ ദീസ് വാല്യൂസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ യുവർ തോട്ട്സ്, ദ സ്പീച്ച് ആൻഡ് ആക്ഷൻസ്, യു ആർ കോൾഡ് എ നോബിൾ ആൻഡ് എൻലൈറ്റൻഡ് പേഴ്സൺ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, നമ്മൾ എത്തിക്സും ഹ്യൂമൻ വാല്യൂസും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഇൻ അവർ തോട്ട്സ്, സ്പീച്ച് ആൻഡ് ഇൻ ആക്ഷൻ നമ്മൾ മൊത്തത്തിൽ എൻലൈറ്റൻഡ് ആയിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ഒരാളായി മാറും. ഇതാണ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ടും. അപ്പോൾ പ്രധാനമായിട്ടും ഈ മനുഷ്യന്മാരടങ്ങുന്ന സംഗതിയാണല്ലോ ഒരു മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും വാല്യൂസ് പറയുന്നുണ്ട്, ഹ്യൂമൻ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഓഫ് എ പേഴ്സൺ. ഇൻറ്റഗ്രിറ്റി പറയുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഹോൾനെസ്, ഗുഡ്നെസ്, കറേജ്. മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഇൻറ്റഗ്രിറ്റി ഉള്ള മനുഷ്യനായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്കൊരു കംപ്ലീറ്റ്നെസ് വേണം, നമ്മുടെ ഉള്ളിലൊരു ഗുഡ്നെസ് വേണം, ധൈര്യം വേണം, ഒരു സെൽഫ് ഡിസിപ്ലിൻ വേണം. അതൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്ന് പറയുക. ഒരു ഹോൾനെസ് വേണം, ഒരു കംപ്ലീറ്റ്നെസ് വേണം, അല്ലേ? ഒരു ടോട്ടാലിറ്റി, സൗണ്ട്നെസ്, പെർഫെക്ഷൻ, ഒരു കംപ്ലീറ്റ്നെസ് വേണം നമുക്ക്. ഡെഫിനറ്റ്ലി ഒരു ഗുഡ്നെസ് വേണം ഓരോ വ്യക്തിക്കും. ഇറ്റ് കവേഴ്സ് ഓൾ എസെൻഷ്യൽ വാല്യൂസ് സച്ച് ആസ് ഹോണസ്റ്റി, മൊറാലിറ്റി, കൈൻഡ്നെസ്, ഫെയർനെസ്. ഇതെല്ലാം നമുക്ക് വേണം. ചാരിറ്റി, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു വ്യക്തിക്ക് വേണം. കറേജ് വേണം, ഡിസിഷൻസൊക്കെ എടുക്കാനുള്ള കറേജ് വേണം. ഒരു ബ്രേവറി, കറേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു ബ്രേവറിയാണ്. ഒരു ബ്രേവ് ആയിട്ടുള്ള നേച്ചർ വേണം നമുക്ക്. ഫിയർലെസ്നെസ്, ധൈര്യം ഉണ്ടാവണം, നമുക്ക് പേടി ഉണ്ടാവരുത്. കാംനെസ്, നമ്മൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവരുത്. നമുക്ക് ഡിസിഷൻസൊക്കെ എടുക്കേണ്ട വളരെ സുപ്രധാന സന്ദർഭം വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മളുടെ കാംനെസ് വെടിഞ്ഞ് നമ്മൾ മോശമായ ഒരു തീരുമാനത്തിലേക്ക് എത്തരുത്. വി ഷുഡ് ബി ലോയൽ, വി ഷുഡ് ഡു ചാരിറ്റി, വി ഷുഡ് ഹാവ് എ മൈൻഡ് ഓഫ് ഹ്യൂമിലിറ്റി. നോൺ വയലൻസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സാഹചര്യം എന്നാൽ പോലും നമ്മളതിലേക്ക് പോകരുത്. ജനറോസിറ്റി ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആൻഡ് ബിഹേവിയർ, ഇതെല്ലാമാണ് വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാല്യൂസ് എല്ലാം കൂടി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, അങ്ങനെ ഈ വാല്യൂസ് എല്ലാം അടങ്ങിയ വ്യക്തികളുടെ കൂട്ടമാണ് ഒരു മാനേജ്മെൻ്റ് എങ്കിൽ, നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഹോളിസ്റ്റിക് ഏരിയ, മൊത്തത്തിലുള്ള ഏരിയയിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് വാല്യൂ ഓറിയൻറ്റഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് ഇൻ എ വർക്ക് ഫ്രം കമ്പനി. ഈ വാല്യൂ ബേസ്ഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് വന്നതും കൊണ്ടുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട
ഗുണങ്ങൾ ഇത്തരത്തിലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയീസും ഇങ്ങനെ വാല്യൂസ് ഉള്ള ഒരു മനുഷ്യരായതുകൊണ്ട് വാല്യൂ ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റും കൊണ്ട് എന്താണ് നമ്മുടെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വന്നൊരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന് വന്നൊരു റിഫ്ലക്ഷൻ, ഒരു ഇമ്പാക്റ്റ് എന്താ? ഒന്നാമത്തത് എലിമിനേഷൻ ഓഫ് മാൻ മെഷീൻ ഇക്വേഷൻ. മാൻ മെഷീൻ ഇക്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ട് മനുഷ്യനും മെഷീനും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത്. മനുഷ്യനും മെഷീനും തമ്മിൽ യാതൊരു, മെഷീൻ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു, മനുഷ്യനും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാൻ മെഷീൻ ഇക്വാലിറ്റി എലിമിനേറ്റ് ചെയ്യാൻ ഈ വാല്യൂ ബേസ്ഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റിന് സാധിച്ചു. ടുഡേ ദർ ആർ വേരിയസ് കൺസെപ്റ്റ് ലൈക്ക് പെർഫോമൻസ് അപ്രൈസൽ, മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് റൊട്ടേഷൻ എക്സെട്ര വിച്ച് ഡ്രോ എ ലൈൻ ഇൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് എ മെഷീൻ. മെഷീൻസിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ വേണ്ട, മോട്ടിവേഷൻ വേണ്ട, ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണ്ട, ഇതൊന്നും വേണ്ട, അത് മെഷീനാണ്. പക്ഷേ മനുഷ്യന്മാർക്ക് അത് ആവശ്യമുണ്ട്, എങ്കിലേ അവർക്ക് കൂടുതൽ പൊട്ടൻഷ്യലൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പണ്ട് ഇത് രണ്ടും ഈക്വലായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷേ വാല്യൂ ബേസ്ഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് വന്നതോടുകൂടി ദ വാല്യൂ ഓറിയൻറ്റഡ് മാനേജ്മെൻറ്റ് വിൽ റെക്കഗ്നൈസ് ദ ഡിവൈൻ മോഡൽ ഓഫ് മാൻ. അങ്ങനെ തന്നെ അത് മാനും മെഷീനും ഈക്വൽ അല്ല എന്നുള്ളത് അവർ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു. പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിഷൻ ഓഫ് മദർ നേച്ചർ. പണ്ട് എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുക, വി ക്യാൻ എക്സ്പ്ലോയിറ്റ് മെൻ, വി ക്യാൻ എക്സ്പ്ലോയിറ്റ് കസ്റ്റമേഴ്സ്, വി ക്യാൻ എക്സ്പ്ലോയിറ്റ് എംപ്ലോയീസ്, വി ക്യാൻ എക്സ്പ്ലോയിറ്റ് അവർ സറൗണ്ടിങ്സ്, നേച്ചർ, എനിത്തിങ്, ബട്ട് വി നീഡ് പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ വാല്യൂ ബേസ്ഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് എലോൺ ക്യാൻ പ്രിവെൻറ്റ് ദിസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മദർ നേച്ചർ. ടുഡേ ദർ ആർ വേരിയസ് കൺസെപ്റ്റ്സ് ലൈക്ക് പെർഫോമൻസ് അപ്രൈസൽ, മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെ പല വഴികളുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴിയായിട്ട് എന്താണ് ഈ മദർ നേച്ചറിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, ദീസ് ആർ ടു സിമിലർ പോയിൻറ്റ്സ്. വാല്യൂ ബേസ്ഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് alone can prevent exploitation of mother nature. മദർ നേച്ചർ നമ്മളുടെ ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുന്നത് പരിസ്ഥിതി ഈ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഒരു തോട്ടൊക്കെ വന്നത് വാല്യൂ ബേസ്ഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റിലൂടെയാണ്. ഈ വാല്യൂ ബേസ്ഡ് മാനേജ്മെൻറ്റ് ഈസ് എ ഗുഡ് റെസിപ്പി ഫോർ ലോങ് ടേം സക്സസ് ഓഫ് എ കോർപ്പറേറ്റ്. ഷോർട്ട് ടേം ലാഭമാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എംപ്ലോയീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാം, മദർ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. പക്ഷേ ലോങ് ടേം സക്സസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വാല്യൂ ബേസ്ഡ് മാനേജ്മെൻറ്റ് ഈസ് എ ഗുഡ് റെസിപ്പി ഫോർ ഇറ്റ്. ദ വാല്യൂസ് ആൻഡ് എത്തിക്സ് ആർ ദ കീ എലമെൻറ്റ്സ് ഓഫ് സക്സസ് ഓഫ് ബിസിനസ്. The organization is just a composite of individuals, and that the values of the organizations are only derivative and the inference from the collective of the value of individuals. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഓരോ വ്യക്തിയിലും ഈ പറഞ്ഞ വാല്യൂസും എത്തിക്സും മോറൽ സൈഡും ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ കൂടുന്ന മാനേജ്മെൻറ്റിനും മൊത്തത്തിലുള്ള ഹോളിസ്റ്റിക് വാല്യൂ ഉണ്ടാകും എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. So these are the important areas we discussed in this particular topic. We have discussed Indian ethos. We had discussed the meaning of ethos, we had discussed Indian ethos and how it is reflected in the management side, and we have already gone through what is values, what is value oriented holistic management and its importance. Hope this concept is clear to you. Thank you.